ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതി അശ്വിനും വളരെ സന്തോഷത്തോടു കൂടി തന്നെ റൂമിലേക്ക് പോണ പോലെ അഭിനയിച്ച് അങ്ങോട്ട് പോകുക കേട്ടോ. ശേഷം റൂമിലെത്തുന്നതും അശ്വിൻ ശ്രുതിനെ പിടിച്ച് ഒറ്റ തള്ളുവാണ് എന്ന് പറയുന്നുണ്ട്. നീ കാരണം എന്തുമാത്രം ടെൻഷൻ ഞാൻ അനുഭവിക്കണമെന്ന് അറിയാവോ? നീ കാരണം മനുഷ്യരുടെ സമാധാനം നഷ്ടപ്പെട്ടു. നീ കാരണം എനിക്ക് എൻ്റെ ഇപ്പോൾ ജോലിയിൽ ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റില്ല, എല്ലാത്തിനും കാരണം നീയാണ് എന്ന് പറയുമ്പോൾ ഞാനതിന് മാത്രം എന്ത് തെറ്റ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അതെ, നീ തന്നെയാണ് എല്ലാ തെറ്റിനും കാരണം. ഞാൻ ഇത്ര വിഷമിക്കാൻ കാരണം നീയാണ്. എനിക്ക് ഒരുപാട് വിഷമമുണ്ട്, വേദനകളുണ്ട്, എല്ലാം തന്നത് നീയാണെന്ന് പറയുക. അതിന് മാത്രം ഞാൻ എന്താ അശ്വിൻ സാർ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴേക്കും നീ ഒന്നും ചെയ്തില്ല അല്ലേ എന്ന് പറയാണ്. അതെ, ഞാനൊന്നും ചെയ്തില്ല, എൻ്റെ ഓർമ്മയിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് ശ്രുതി പറയുമ്പോൾ ഓഹോ, അപ്പം നിനക്കൊന്നും ഓർമ്മയില്ല, നീ ഒന്നും ചെയ്തില്ലെന്നാണ് നീ പറയണത്. ശരി, അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോകാൻ പോകുമ്പോൾ ശ്രുതി അശ്വിൻ്റെ കയ്യിലേക്ക് കയറി പിടിക്കുകയാണ്. ഇല്ല, നിങ്ങളെ ഞാൻ അങ്ങനെ വിടത്തില്ല, സത്യം പറ. നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ഞാൻ കാരണമാണ് നിങ്ങൾ വേദനിക്കണമെന്ന് വിഷമിക്കണമെന്നും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തിട്ടാണ് നിങ്ങളിങ്ങനെ വിഷമിക്കുന്നതെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? എനിക്കത് അറിയണം എന്ന് പറയണം. വിടടി കൈ എന്ന് പറഞ്ഞിട്ട് കൈ തട്ടി മാറ്റുകയാണ്. ശ്രുതി വീണ്ടും അശ്വിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. സത്യം പറയാനാ പറഞ്ഞത് എന്നിങ്ങനെ പറഞ്ഞു. ഇങ്ങനെ ശ്രുതി വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനൊന്നും തക്കതായിട്ടുള്ള മറുപടി അശ്വിൻ പറയുന്നില്ല കേട്ടോ. അതേസമയം നമ്മുടെ അഞ്ജലി മനോരമ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് വരുവാണ് ആകാശും പ്രീതിയും കൂടിയിട്ട്. ആകാശും പ്രീതിയും വരണ കാണുമ്പോൾ മനോരമ പ്രീതിയുടെ കയ്യിലെ കിറ്റാണ് കേട്ടോ നോക്കുന്നത്. ഇതെന്താ ഈ കവറുകളൊക്കെ ശ്രുതി കൊണ്ടുപോയ കവറല്ലേ അവളുടെ വീട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്, അതിനെ നിങ്ങൾ തിരിച്ചു കൊണ്ടത് എന്ന് ചോദിക്കുമ്പോഴേക്കും പ്രീതി പറയുന്നുണ്ട് ഇതൊന്നും വീട്ടിലാരും സ്വീകരിച്ചില്ല. അവളെ വീട്ടിൽ ഒരുപാട് വഴക്ക് പറഞ്ഞു. അമ്മയൊക്കെ ഒത്തിരി വഴക്ക് പറഞ്ഞു. അവൾ ഒരുപാട് വേദനിച്ചിട്ട് അവളവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവൾ കൊടുത്ത ഈ ഗിഫ്റ്റുകളും അവർ സ്വീകരിച്ചില്ല എന്ന് പറയാണ്. അത് കേൾക്കുന്ന അഞ്ജലി മനോരമ ആകെ ഞെട്ടിപ്പോണം. എൻ്റെ മൈ ഗോഡ്, അങ്ങനെയൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് ആകാശ് പറയുന്നുണ്ട്. പ്രീതി പറയുന്നുണ്ട് അത് ശ്രുതി വളരെ വിഷമത്തോടു കൂടി തന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. ശേഷം അവൾ അപ്പം തന്നെ അശ്വിൻ സാറിനെ വിളിച്ചായിരുന്നു. അപ്പോഴേക്കും അശ്വിൻ കൊണ്ടുവന്നിട്ട് കൂട്ടിക്കൊണ്ട് പോയെന്ന് അറിയാൻ കഴിഞ്ഞത്. ഞാൻ അശ്വിൻ സാറിനെ വിളിച്ചായിരുന്നു, അപ്പോൾ അശ്വിൻ സാർ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പോകണമെന്ന് പറഞ്ഞും ചെയ്തായിരുന്നു എന്ന് പറയുമ്പോൾ അഞ്ജലിക്ക് മനോരമക്ക് കാര്യം മനസ്സിലായി. അവിടെ വെച്ചിട്ട് ഇവർക്ക് ഭയങ്കര മോശപ്പെട്ട അനുഭവം ഉണ്ടായെന്ന് മനസ്സിലായി കേട്ടോ. അതറിഞ്ഞ അഞ്ജലി ശ്രുതിയുടെ അടുത്തും അശ്വിൻ്റെ അടുത്തും അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി റൂമിലേക്ക് പോകുകയാണ്. ആ സമയത്താണ് ഇവർ തമ്മിൽ ഈ വാക്ക് തർക്കവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. അങ്ങനെ അഞ്ജലി വാതിൽ തുറക്കുമ്പോഴേക്കും കാണുന്നത് ശ്രുതിയും അശ്വിനും കൂടി ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുകയാണ്. അഞ്ജലി ചോദിക്കേണ്ടത് ഇതെന്താ ഇവിടെ വഴക്കുണ്ടാക്കണതെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് രണ്ടുപേരൊന്നും മിണ്ടുന്നില്ല. അഞ്ജലി പറയണ്ടേ എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇത്രയും വിഷമിച്ച് വഴക്കുണ്ടാക്കണത്. വീട്ടിൽ പോയപ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ട വന്ന കാര്യങ്ങളൊക്കെ പ്രീതിയും ആകാശം കൂടി പറഞ്ഞു. അവിടെ പോയപ്പോൾ ശ്രുതിയുടെ അമ്മയും അച്ഛനും അതുപോലെ തന്നെ അമ്മായിയൊന്നും നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്തില്ലല്ലേ, സാരമില്ല എല്ലാം ശരിയാകും എന്നൊക്കെ പറയാണ്. ആ സമയത്ത് അശ്വിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അശ്വിൻ പോയി കഴിയുമ്പോഴേക്കും ശ്രുതി പറയണ്ട ഒന്നും ശരിയാവില്ല, ആർക്കും എന്നെ ഇഷ്ടമില്ല എന്നൊക്കെ പറയാണ്. അഞ്ജലി പറയണ്ട ആര് പറഞ്ഞു നിന്നെ ആർക്കും ഇഷ്ടമല്ലെന്ന്, നിന്നെ ഒത്തിരി ഇഷ്ടമാണ്, ഇവിടെ എല്ലാവർക്കും നിന്നെ ഇഷ്ടമാണ്, എനിക്ക് എന്ത് ഇഷ്ടമാണ് നിന്നെയെന്ന് അറിയാവോ. പക്ഷേ നിങ്ങളോട് ഇപ്പം എല്ലാവരും വെറുപ്പും വിദ്വേഷമൊക്കെ കാണിക്കാൻ കാരണം നിങ്ങൾ ആരോടും പറയാണ്ട് കല്യാണം കഴിച്ചു. അതെന്തിനാണെന്നുള്ള കാരണം പോലും നിങ്ങൾ ആരോടും പറഞ്ഞില്ല. നിങ്ങൾ പെട്ടെന്നെടുത്ത ആ ഒരു തീരുമാനം കൊണ്ടിട്ട് എല്ലാവരും നിങ്ങളോട് ദേഷ്യം കാണിക്കുന്നത്. അല്ലാതെ നിങ്ങളോട് ആർക്കൊരു ദേഷ്യമോ ഒരു സ്നേഹക്കുറവോ ഒന്നും തന്നെ ഇല്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അഞ്ജലി അവിടെ നിന്ന് പോകുവാണ്. ശേഷം ശ്രുതിക്ക് ആകെ വിഷമമായിട്ട് ശ്രുതി അവിടെ നിന്ന് അപ്പം തന്നെ അടുക്കളയിലേക്ക് പോവാട്ടോ. അടുക്കളയിൽ പോയി ശ്രുതി ജിലേബി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ജിലേബി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ശ്രുതിയുടെ മനസ്സിലാക്കി അശ്വിൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. എൻ്റെ വിഷമത്തിന് കാരണം നീയാണ് ഞാൻ വിഷമിക്കുന്നതിന് കാരണം എന്ന് അശ്വിൻ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രുതി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ശേഷം ശ്രുതിയുടെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് എന്നാലും അശ്വിൻ സാർ എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത്. ഇനി ഷ്യാമിൻ്റെ കാര്യങ്ങളെങ്ങാനും അശ്വിൻ സാർ അറിഞ്ഞിട്ടുണ്ടാവോ. എൻ്റെയും ഷ്യാമിൻ്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞതാണെന്നുള്ള സത്യം അശ്വിൻ സാർ അറിഞ്ഞു കാണോ. അതാണ് ഈ ദേഷ്യത്തിന് കാരണം. അതാണെന്നുണ്ടെങ്കിൽ ഇന്ന് എന്തായാലും അശ്വിൻ സാറിനത് ചോദിച്ചേ മതിയാവൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി വേഗം ജിലേബി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ശ്രുതി വീണ്ടും ആലോചിക്കുകയാണ് അതെ അത് തന്നെയായിരിക്കും കാരണം, അല്ലെങ്കിൽ എന്നോട് ഇത്രയും ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. അതെന്ന് എന്തായാലും ആ സംസാരം തെറ്റിദ്ധാരണയൊക്കെ മാറ്റിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോകുകയാണ്. ശേഷം അടുക്കളയിലേക്ക് വരുവാണ് അഞ്ജലിയും മനോരമയും ശ്യാമും കൂടിയിട്ട്. അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട് ഇതാരാ ജിലേബിയൊക്കെ ഉണ്ടാക്കിയേക്കണമെന്ന് ചോദിക്കുകയാണ്. വേറെ ആരുമല്ല ശ്രുതി ആയിരിക്കും എന്ന് ശ്യാം പറയാണ്. ശ്രുതിക്ക് ടെൻഷൻ അയക്കുന്ന ജിലേബി ഉണ്ടാക്കുമല്ലോ എന്ന് പറയുമ്പോൾ മനോരമ ചോദിക്കേണ്ട അല്ല ശ്രുതിയുടെ ഈ സ്വഭാവം കുക്കിംഗ് തിയറിയും അതുപോലെ തന്നെ മനഃശാസ്ത്ര തിയറിയും ശ്രുതിയുടെ സ്വഭാവമൊക്കെ ശ്യാം മോനെ എങ്ങനെ അറിയാം എന്ന് ചോദിക്കുമ്പോൾ അതെന്ന് പറയാണ്. അഞ്ജലി പറയണ്ടേ ഞാൻ ശ്രുതിയുടെ എല്ലാ കാര്യങ്ങളും ശ്യാമേട്ടനോട് പറയാറുണ്ട്, പക്ഷേ ഈ കാര്യം മാത്രം ഞാൻ പറഞ്ഞിട്ടില്ല, പറ ശ്യാമേട്ടന് ഇതെങ്ങനെ അറിയാം എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് അവിടെ അശ്വിൻ വരുന്നുണ്ട്. ചേച്ചി അത് ഞാൻ ശ്യാമേട്ടനോട് ഞാനാ പറഞ്ഞത്. ശ്രുതി ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ജിലേബി ഉണ്ടാക്കുന്നുള്ള കാര്യം ഞാനാണ് ശ്യാമേട്ടനോട് പറഞ്ഞത്. ഓ അങ്ങനെ പറ കുഞ്ഞാ, ഞാൻ നോക്കുന്നു ശ്രുതിയുടെ ഈ കാര്യങ്ങളൊക്കെ ഈ ശ്യാമേട്ടൻ എങ്ങനെ മനസ്സിലായെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുകയാണ്. അവരെല്ലാവരും പോയി കഴിയുമ്പോഴേക്കും ശ്യാം
ഷാമിന അശ്വിൻ സൂക്ഷിച്ചിങ്ങനെ നോക്കുക കേട്ടോ. അതിനുശേഷം രാത്രിയാകുമ്പോഴേക്കും വീണ്ടും അശ്വിൻ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുമായിരിക്കും. ശ്രുതി സംസാരിക്കാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിലും സംസാരമൊന്നും കേൾക്കാനൊന്നും അശ്വിൻ നിൽക്കുന്നേ ഇല്ല. ശേഷം പ്രീതി ആ ഒരു കാസറ്റ്, അതായത് വിവാഹത്തിൻ്റെ കാസറ്റ് വീട്ടിൽ കൊടുക്കുക കേട്ടോ. അപ്പം മനോരമ പറയുന്നുണ്ട്, ഹായ് വിവാഹത്തിൻ്റെ കാസറ്റ് കിട്ടിയോ, എനിക്ക് എത്രയും പെട്ടെന്ന് ഈ CD ഒന്ന് കാണണം, എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാം, ഹോം തിയേറ്റർ വെക്കാം, ബും ബും എന്ന് പറഞ്ഞാൽ ഒച്ചയൊക്കെ ഉണ്ടാവും, നല്ല രസമായിരിക്കും കാണാനായിട്ട്, ഞാൻ ഒരുപാട് മേക്കപ്പ് ഒക്കെ ഇട്ടത് എന്നെ കാണാൻ എങ്ങനെയുണ്ടെന്ന് അറിയാൻ എനിക്ക് ധൃതിയായി എന്നൊക്കെ പറഞ്ഞിട്ട് മനോരമ എല്ലാവരും സ്നാക്സും അതുപോലെ തന്നെ ചായയൊക്കെ ആയിട്ട് TV ഓൺ ചെയ്തിട്ട് ഇങ്ങനെ കല്യാണത്തിൻ്റെ ഇത് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. മനോരമക്ക് അങ്ങ് ആകെ ദേഷ്യം വരുവാണ്. എല്ലാവരും ആ കാസറ്റിലുണ്ട്, പക്ഷെ മനോരമ മാത്രമില്ല കേട്ടോ. മനോരമക്കൊക്കെ ദേഷ്യം വരും. ഇതെന്താ ഞാൻ മാത്രമില്ല, ഞാൻ എത്ര വില കൂടിയ മേക്കപ്പാണ് ഇട്ടേന്ന് അറിയാവോ, ഞാൻ പുറത്തുനിന്നുള്ള മേക്കപ്പ് സാധനങ്ങളാണ് യൂസ് ചെയ്തത്, പിന്നെ ഞാൻ ഇട്ടിരുന്ന സാരിയോ എത്ര വിലയുള്ള സാരിയാണ്, 24 ക്യാരറ്റ് സ്വർണ്ണമാണ് ഞാൻ യൂസ് ചെയ്തത്, ഇപ്പോൾ ഒന്നുമില്ല, എല്ലാത്തിനും കാരണം ഈ പ്രീതി കീറസാരിക്കാരിയാണ്, ഇവർ രണ്ടും കൂടി മനഃപൂർവ്വം എന്നെ CD കട്ട് ചെയ്തതാന്ന് പറയാണ്, ഇതിന് ഞാൻ വെറുതെ ഇരിക്കില്ല, ഞാൻ ക്ഷമിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മനോരമ നടന്ന് പിണങ്ങി പോകുക കേട്ടോ. മനോരമ അങ്ങനെ വഴക്കൊക്കെ പറയുമ്പോഴേക്കും പ്രീതിയും ഇരുന്ന് കരയുന്നുണ്ട്. ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇനി പറയാൻ പോണ ഭാഗം, ഇത് തിങ്കളാഴ്ച നടക്കുന്ന ഭാഗം, തിങ്കളാഴ്ച ചൊവ്വാഴ്ച നടക്കുന്ന ഭാഗമായിട്ട് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി എല്ലാവരും കാത്തിരുന്ന ആ ഒരു ഭാഗമാണ് ഞാൻ പറയാൻ പോണത്. അടുത്ത ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഹോളി എപ്പിസോഡ് വരുന്നത്. എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള എപ്പിസോഡാണ് ഹോളി എപ്പിസോഡ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോളി സമയത്താണ് ശ്രുതി തൻ്റെ ആദ്യ പ്രണയം അശ്വിനാണെന്നുള്ള സത്യം ശ്രുതി തുറന്നു പറയണത്. അശ്വിനും അങ്ങനെ തന്നെയാണ്, ശ്രുതിയാണ് തൻ്റെ ആദ്യത്തെ പ്രണയം, തനിക്കൊരു പ്രണയം എന്നൊരു ഫീല് തോന്നിയത് ശ്രുതിയുടെ അടുത്താണെന്നുള്ള സത്യം അശ്വിനും തുറന്നു പറയാൻ പോവാം. അത് നമുക്ക് അടുത്ത ആഴ്ചയല്ല, അടുത്ത ആഴ്ച ഫുള്ളും ഈ ഒരു ഭാഗമായിരിക്കും മനോരമ പിണങ്ങണതും, അതുപോലെ തന്നെ മനോരമ പ്രീതിയും ശ്രുതിയും കൂടി മനോരമേനെ അതായത് പിണക്കം മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നതും, ആ ഭാഗങ്ങളാണ് അടുത്ത ആഴ്ച ഫുള്ളും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാത്തിരുന്ന ഭാഗമാണ് വേറൊന്നുമല്ല, നമ്മുടെ ഹോളി ഭാഗവും ശ്രുതി അശ്വിനെ കെട്ടിപ്പിടിക്കുന്നതും, അതുപോലെ തന്നെ ശ്രുതിയും അശ്വിനും പരസ്പരം മനസ്സിലാക്കി അവർ ജീവിതം തുടർന്നു പോവാണ് ഭാഗങ്ങളാണ് നമ്മൾ കാണാൻ പോണത്. ഇവരുടെ തെറ്റിദ്ധാരണ മാറുമെന്ന് ചോദിച്ചാൽ അങ്ങനെ മാറുന്നില്ല, പക്ഷെ ഇവർ അതായത് ഇവർ ജീവിതം ജീവിച്ചു വരുമ്പോഴേക്കും ഇത് മറന്നു പോകും. ഇവരെന്തിനാണ് തെറ്റിദ്ധരിച്ചെന്നുള്ള കാര്യം അവർ മറന്നു പോകും. പിന്നെ ഇവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒക്കെ തുടങ്ങും കേട്ടോ. എന്തായാലും ഹോളിയുടെ ഭാഗമാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അത് നമുക്ക് അടുത്ത ആഴ്ച കഴിഞ്ഞിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ ശ്രുതി ഹോളി സമയത്ത് കുറച്ച് വെള്ളം അടിക്കും. വെള്ളം എന്ന് ഉദ്ദേശിച്ചത് എന്തോ ഒരു വൈൻ പോലെയൊക്കെ കിറുങ്ങണ ഒരു സംഭവം. അത് കുടിക്കുമ്പോഴേക്കും മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ശ്രുതി തുറന്നു പറയാണ്. ഞാൻ ആദ്യം സ്നേഹിച്ചത് നിങ്ങളെയാണ്, നിങ്ങളുടെ അടുത്ത് വരുമ്പോഴേക്കും ഹൃദയം ഇങ്ങനെ ഇടിക്കും, അതെന്താണെന്ന് എനിക്കറിയില്ല, നിങ്ങളോട് മാത്രമേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ എന്നൊക്കെ ശ്രുതി പറയുമ്പോൾ അശ്വിനും തിരിച്ച് പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ തന്നെയാണ്, നീ അടുത്ത് വരുമ്പോൾ എൻ്റെ ഹൃദയം ഇങ്ങനെ വല്ലാണ്ട് ഇടിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കൈ പിടിച്ചിട്ട് അശ്വിൻ്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. പെട്ടെന്ന് ശ്രുതി ഞെട്ടിപ്പോണ്. തൻ്റെ ഹൃദയം ഇടിക്കുന്ന അതേ സ്പീഡിൽ തന്നെയാണ് അശ്വിൻ്റെ ഹൃദയം ഇടിക്കുന്നത്. അങ്ങനെ ശ്രുതി പെട്ടെന്ന് അശ്വിനെ കെട്ടിപ്പിടിക്കുക കേട്ടോ. ശേഷം അശ്വിൻ ശ്രുതിനെ ചേർത്ത് പിടിച്ച് റൂമിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് ശ്രുതിയുടെ മുഖമൊക്കെ ഇങ്ങനെ തുടച്ച് കൊടുക്കുന്നുണ്ട്. കാരണം പൊടിയൊക്കെ, അതായത് ഹോളിയുടെ പൊടിയും കളറൊക്കെ ആയിട്ടുണ്ടാവും മുഖത്ത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ തുടച്ചു കൊടുക്കുമ്പോൾ ശ്രുതിനെ എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ അശ്വിൻ. എന്തായാലും അടുത്താഴ്ച കൂടി ഇവരുടെ ഈ ഒരു വഴക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കഴിഞ്ഞിട്ട് പിന്നെ പ്രണയരംഗങ്ങൾ തന്നെയായിരിക്കും കാണാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.